കാരണം മുസ്ലിം ലീഗ് ഒരു വഴിക്കും സമത്വ ഒരു വഴിക്കും പോയാൽ മഹല്ലുകൾ ഛിന്ന ഭിന്നമാകുമെന്ന കാര്യം ഉറപ്പല്ലേ? 90% മഹല്ലുകൾ, 10% മഹല്ലുകൾ പിന്നെ മുസ്ലിം ലീഗിനും സമസ്തക്കും സ്വാധീനമില്ലാത്തുണ്ടാവും. അതേസമയത്ത് സമത്വക്കൊപ്പം നിൽക്കുന്ന ചില മുസ്ലിം ലീഗാരല്ലാത്ത ആളുകളുണ്ട്. കാരണം ഒരു മതപരമായി സമസ്തയാണ് ശരിയെന്നും കെട്ടുറപ്പുള്ള ഒരു മതസംഘടന സമസ്തയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്. അവരൊരു രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യമില്ലാത്തവരും എന്നാൽ മുസ്ലിം ലീഗ് വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യമുള്ളവരുണ്ട്. അവരൊക്കെ സമത്വക്കൊപ്പമാണ് നിൽക്കുക. അത്തരം കുറച്ച് മഹല്ലുകൾ മാത്രം ബാക്കിയാവുകയും മുസ്ലിം ലീഗിനും സമത്വക്കും ഒരുപോലെ സ്വാധീനമുള്ള പല മഹല്ലുകളും ചിതറുകയും ചെയ്യും. ഒരു 90% ചിതറിച്ചിട്ട് 10% കൂടെ കൂട്ടണോ അതോ എല്ലാവരെയും കൂട്ടിപ്പിടിക്കണോ? ഇന്നേ വരെ സമത്ത തുടർന്നു പോകുന്ന നയമനുസരിച്ച് മുസ്ലിം ലീഗിനെ പരിഗണിച്ചുകൊണ്ടും സമത്തയെ മുസ്ലിം ലീഗ് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ഉള്ളതുകൊണ്ട് മറ്റാരും കോൺഗ്രസ് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ആ വിഭാഗീയത ഉണ്ടായ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറച്ച് ആളുകൾ കൂടെ കൂട്ടാൻ വേണ്ടി ചില പ്രവർത്തനം നടത്തി. അത് നമ്മൾ കണ്ടതാണ്. അന്ന് ലീഗ് പുറത്ത് നല്ല സഹായം ചെയ്തു. ആ സഹായം കൊണ്ടാണ് നമ്മളൊക്കെ ഈ സംഘടനയുടെ പള്ളിയും മദ്രസയും പിടിച്ചു നിർത്തിയത്. കേസിന് സഹായിച്ചത് അവരാണ്. അതുപോലെ തന്നെ അവിടെ യോഗം നടത്താൻ ഞങ്ങൾ സഹായിച്ചത് അവരാണ്. ഇതൊന്നും മറന്നു പോകാൻ പാടില്ല. ആ മറക്കൽ ആണ് ഇന്ന് അപകടം ഉണ്ടാക്കുന്നത്. മാത്രമല്ല അതിന് യുവതലമുറയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം